look at you and it's easy to see you are the. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ ഷോർട്സിൽ പറഞ്ഞ പോലെ ഞങ്ങൾ കിർഗേറ്റ് മാർക്കറ്റ് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം പാർക്കിംഗ് സ്പേസിലാണ് ഇവിടെ നിൽക്കുന്നത്. പാർക്കിംഗ് സ്പേസിൽ നിന്ന് മാർക്കറ്റ് നിങ്ങൾക്ക് കാണാം. ഇപ്പം താഴെ കാണുന്നതാണ് മാർക്കറ്റ്. അപ്പം ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഇൻഡോർ മാർക്കറ്റാണ്. ഞങ്ങള് പാർക്കിംഗ് സ്പേസിന് അവിടുത്തെ ലിഫ്റ്റിലാണ്. ഞങ്ങൾ 7th ഫ്ലോറിൽ നിന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് സ്പേസിന്റെ അവിടെ നിന്ന് വെളിയിൽ പോകാൻ ഞങ്ങൾ ഡോറ് തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ തങ്കൂസ് പറഞ്ഞു അവിടെ സ്വിച്ച് ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ പാർക്കിംഗ് സ്പേസിന് അവിടെ നിന്ന് ഇറങ്ങി അതിന് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റാണ് നമ്മുടെ കിർഗേറ്റ് മാർക്കറ്റ് ഉള്ളത്. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചന്ത. എല്ലാം ഉണ്ട്, ഡ്രസ്സും ബ്രാൻഡഡ് ആയിരിക്കും. ബ്രാൻഡഡ് ആയിരിക്കും. 5 പോണ്ടോ പെർഫ്യൂം ഒന്നും ടച്ച് ചെയ്യല്ലോ കേട്ടോ. പെർഫ്യൂം 5 പോണ്ടോ. മഴ പെയ്യുന്നുണ്ട്. Very strong. Small bottles we can get. Yeah, the small ones. Yeah, We were in Riyadh before. Only one variety. this one. ഞങ്ങൾ വന്നത് ഏതായാലും നല്ല ടൈമിംഗ് ആയിപ്പോയി ഫ്രണ്ട്സ്. ഞങ്ങൾ മാർക്കറ്റിനകത്തോട്ട് കയറിയതും ചെറുതായിട്ട് മഴ തുടങ്ങി, പിന്നെ അങ്ങ് നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു ഷീറ്റ് പുരയ്ക്കകത്ത് കയറി നിൽക്കുകയാണ് മഴ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ മഴ മാറുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. ഇവിടുത്തെ കാര്യം ഇതാണ്, ക്ലൈമറ്റ് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇൻഡോർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറാൻ വെച്ചു. മഴ പെയ്യും കേട്ടോ. കുറേ യൂസ്ഡ് ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. യൂസ്ഡ് ഐറ്റംസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ചാരിറ്റി ഷോപ്പിലൊക്കെ കണ്ടതുപോലെ യൂസ്ഡ് ആയിട്ടുള്ള കിച്ചൺ യൂട്ടൻസിൽസ്, കുറച്ച് ഇലക്ട്രോണിക് പ്രോഡക്ട്സും ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഇൻഡോർ മാർക്കറ്റിനകത്തോട്ട് കയറിയേക്കുവാണ്. കയറിയ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സ്വീറ്റിൻ്റെ ക്യാൻഡീസിൻ്റെ ഒക്കെ ഷോപ്പായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വേൾഡിലുള്ള എല്ലാ കൺട്രീസിലെയും ആൾക്കാരുടെ ഷോപ്സ് ഉണ്ടായിരുന്നു. തായ്ലൻഡ്, പിന്നെ വിയറ്റ്നാം, എനിക്ക് തോന്നുന്നു കൂടുതലും ഏഷ്യൻ ആയിരുന്നു എന്ന്. ചൈനീസ് ഉണ്ട്, പിന്നെ പാകിസ്ഥാൻ, പിന്നെ ബംഗ്ലാദേശ്, ഇന്ത്യ, അങ്ങനെ. അതല്ലാതെ പിന്നെ ടർക്കി, വേറെ യൂറോപ്യൻ ഷോപ്സും ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ഏഷ്യൻ ഷോപ്സാണ് എനിക്കവിടെ കാണാൻ പറ്റിയത്. അപ്പം ഈ ഒരു ഷോപ്പ് എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരൻ പാകിസ്ഥാനിയോ ഇന്ത്യനോ എന്തോ ആണ്. പക്ഷെ കുറച്ച് റൂഡ് ബിഹേവിയർ ആയിരുന്നു. കാരണം തങ്കു അതിൻ്റെ അകത്ത് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തങ്കൂസ് ചോക്ലേറ്റ് എന്തോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയി എടുത്ത് നോക്കാൻ. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വഴക്ക് പറഞ്ഞ് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പം ഞങ്ങൾ സോറി പറഞ്ഞിട്ടും പുള്ളി ഭയങ്കര മോശമായിട്ടായിരുന്നു ബിഹേവ് ചെയ്തത്. ഞങ്ങൾക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഇതൊരു ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയായിരുന്നു. പിന്നെ ഇതൊരു ക്ലോത്ത് സ്റ്റോറാണ്. ഇതെന്തോട് ചൈനീസ് കൊറിയൻ ഡ്രസ്സ് പോലെ ഇതാണ് മറ്റേ ഈ തായ്ലാൻഡ് ഡ്രസ്സ് മാതിരി. ലേഡീസിന്റെ പുതിയം ബ്ലോക്ക് ചെയ്യണം, അതിന് ബ്ലോക്ക് ചെയ്യണം. പക്ഷെ പക്ഷേ കൊള്ളാവുണ്ടോ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതിപ്പോ 5 പോണ്ടറാ, 5 പോണ്ട് മാറ്റി.
10 പോയിന്റ് ഇത് 5 55. കാരണത്തിലാണ് ഇത് മറ്റേ കാർപ്പറ്റാന്ന് തോന്നുന്നു. ഈ മാറ്റുണ്ടോ ഏത്? ഇത് മാറ്റി ആ സൂപ്പറാണ് 5 പൗണ്ടെന്ന് എഴുതിയേക്കുന്നു ആ കാർപ്പറ്റ്. 5 പൗണ്ട് മീറ്ററിനാടാ. ആ വാ. അപ്പോൾ ഡ്രസ്സിൻ്റെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ തന്നെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒക്കെ തായ്ലൻഡിൽ നിന്ന് വരുന്ന ഡ്രസ്സാണെന്നാണ് തോന്നുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു, ഇന്ത്യ, ബംഗ്ലാദേശ്, നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് വെയർ ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കുർത്തീസും ടോപ്സും അങ്ങനത്തെ ഷോപ്സ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറേ വെസ്റ്റേൺ വെയർ ആണ്, ഇത് കൂടുതലും തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്നതാണ്. അതേപോലെ തന്നെ കുറേ ഫാബ്രിക്സിൻ്റെ ഷോപ്സും ഉണ്ടായിരുന്നു, അതായത് കട്ട് പീസായിട്ട് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്ത് വാങ്ങിച്ച്. അതേപോലെ ടൈലറിങ് ഷോപ്സും ഉണ്ട്, അവിടെ തന്നെ നമുക്ക് തയ്ച്ച് കിട്ടാവുന്ന. പുറത്ത് സാധാരണ ഇവിടെ സ്റ്റിച്ചിങ് ഷോപ്സ്, അതായത് ടൈലറിങ് ഷോപ്സ് ഒക്കെ കുറവാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ല ചാർജ് ഇവിടെ വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പാർലർ സർവീസസിനും നല്ല റേറ്റാണ്, സലൂണിലും ഒക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ലീഡ്സ് ഈ മാർക്കറ്റിൻ്റെ കോമ്പൗണ്ട് അകത്ത് അത്യാവശ്യം റേറ്റ് കുറവാണ്, അതായത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സർവീസുകളാണ്. പിന്നെ പാർലർ സർവീസൊക്കെ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, കാരണം എനിക്ക് തോന്നുന്നു കൂടുതലും ഇപ്പോൾ ലേഡീസിൻ്റെ പാർലറൊക്കെ ആണെങ്കിലും തായ്ലൻഡിൽ നിന്നുള്ളതുണ്ട്, തായ്ലൻഡ് മസാജ് അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. അതല്ലാതെ ഇന്ത്യൻ, പാകിസ്ഥാനി ആ ഒരു ഇതുണ്ട്. ഞാൻ സർവീസ് എടുക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല ക്വാളിറ്റി ഒന്നും. ഇവിടെ ഈ തിരക്ക് കാണുന്ന പഴയ ഈ ആൽബം സോങ്സിൻ്റെ ഒക്കെ CD-യും അതും ഇതൊക്കെ വിൽക്കുന്നതാണ്. सब चलता है अफ्रीकन है ഷാൻ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ കൊള്ളാം. भैया दूसरा है, दूसरा दूँ ये कोरमा मसाला है ना. दूसरा नहीं है, चिकन चिकन का वही है क्या? अलग अलग है नहीं, शान का ही दे दो भैया, वही दे दो. दोनों नहीं वही दे दो. ये वाला हाँ कितने का है? 150. ഏത്തപ്പഴമൊക്കെ ഇരിക്കും ഇവിടെ. ഓ ഇതായിരിക്കും ഇവർ പറഞ്ഞ മാർക്കറ്റ്, ഇവർ ഇവിടെ നിന്നായിരിക്കും ഏത്തപ്പഴമൊക്കെ വാങ്ങിക്കുന്നത്. ആണോ? ആ ഏത്തപ്പഴം ഉണ്ടല്ലോ. ആ ഏത്തപ്പഴം വാങ്ങിയതാ? ഒരെണ്ണം ഉണ്ട് വീട്ടിൽ, വാങ്ങിക്കണേ വാങ്ങി. ഞാൻ എത്ര ചോദിച്ചു? 275. എന്തോ ചീത്ത വിളിക്കണോ? ഹായ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അവർ ഹായ് പറയാൻ വന്നതാ. പെട്ടെന്ന് സുജില് പറഞ്ഞു ആരോ എന്തോ പറയുന്നുണ്ട്, അവർ നിന്നെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു എന്തോ പറയുന്നത് അവരുടെ ഭാഷയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചീത്ത വല്ലതും പറയാണോ. അപ്പോൾ ഈ ഏരിയ മൊത്തം വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെക്ഷനായിരുന്നു. നമ്മൾ കാണാത്ത കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, അതായത് ആപ്രിക്കോട്ട്, പിന്നെ ഏതാ നെക്ടറിൻ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആപ്പിൾ പോലെ ഇരിക്കും, പക്ഷേ ആപ്പിളിൻ്റെ ഒരു ടെക്സ്ചറാണ് അത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ആപ്പിളല്ല, നെക്ടറീനാണ്. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്, അതേപോലെ വെജിറ്റബിൾസും. അതായത് ഓൾ ഓവർ വേൾഡിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കിർഗേറ്റ് മാർക്കറ്റ് 1857. 1857 തുടങ്ങിയതാണ് ലീഡ്സിൽ ഈ കിർഗേറ്റ് മാർക്കറ്റ്. അപ്പം ഏറ്റവും വലിയ യൂറോപ്പിലെ തന്നെ ഒരു വലിയ ഇൻഡോർ മാർക്കറ്റാണ് ഇത്. അപ്പോൾ ഇതെല്ലാം മീറ്റിൻ്റെ ഷോപ്പാണ്. ബീഫ് കൂടുതലും നമുക്ക് നോക്കി നടക്ക. ആ എമ്മിയാണോ തങ്കു? തങ്കുവിൻ്റെ ലോലിപോപ്പ് എമ്മിയാണോ? ഇവിടെ ഫ്രൂട്ട്സ് ഇരിക്കുന്നതാണോ? ഏത് ഗ്രേപ്സ് ഇരിക്കുന്നു?
എങ്ങനെ? അപ്പോൾ ആ കാണുന്ന ഫാം ഹൗസ് എഗ്സ് ആൻഡ് ചീസിൻ്റെ ഒരു ഷോപ്പായിരുന്നു. അതായത് ഫാമിൽ നിന്ന് വരുന്ന എഗ്സും ചീസും ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. അതായത് നമ്മൾ ഓറഞ്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് കളക്ട് ചെയ്യാം അങ്ങനെ. പിന്നെ ജിഞ്ചറിൻ്റെ ബിസ്ക്കറ്റ്, പിന്നെ ഫ്രഷ് ആയിട്ട് കോഫി, ഇതെല്ലാം അവൈലബിൾ ആയിരുന്നു ഈ ഒരു ഷോപ്പിൽ. അപ്പോൾ ഇവിടുത്തെ സീ ഫുഡിൻ്റെ സെക്ഷൻ കണ്ടിട്ട് ഞങ്ങൾ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുമായിരുന്നു ഫ്രണ്ട്സ്. ആക്ച്വലി ഞങ്ങൾ മോറിസണിൽ നിന്നും പിന്നെ സെയിൻസ്ബറിയിൽ നിന്നൊക്കെയാണ് സാധാരണ സീ ഫുഡ് വാങ്ങിക്കുന്നത്. അതല്ലാതെ ഒരു മലയാളി ഷോപ്പുണ്ട്, അവിടുന്ന് ഫ്രോസണും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഫ്രഷ് ആയിട്ട് ഇവിടെ ഇത്രയും ഫിഷ് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാ വെറൈറ്റീസും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ചിപ്പി, ഇത് പിന്നെ നങ്ക്, കിളിമീൻ, നെമ്മീൻ, പിന്നെ ഏതാ മത്തി. പക്ഷെ അത് നമ്മുടെ ടൈപ്പ് മത്തിയാന്ന് തോന്നിയില്ല കണ്ടിട്ട്. അതല്ലാതെ പിന്നെ ക്രാബും ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പ്രോൺസ്, ഇവിടെ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് കിട്ടുന്നത് പ്രോൺസാണ്. സാൽമൺ അല്ലല്ലോ, പക്ഷേ അതാ വാങ്ങിച്ച പക്ഷേ അപ്പുറത്തുണ്ട് വേറെ. ഈ ഒരു നാരോ പാസേജ് മുഴുവനും സീ ഫുഡ് സെക്ഷൻ ആയിരുന്നു. അതായത് ഒരു സൈഡ് മൊത്തം സീ ഫുഡ്, മറ്റേ സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഓരോ കടയിലും ഓരോ വെറൈറ്റീസാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ കാണുന്ന അടുത്ത കടയിൽ ഈ കുഞ്ഞു കുഞ്ഞു മീനിൻ്റെ കുറേ ഇതുണ്ടായിരുന്നു. അതേപോലെ നല്ല ഫ്രഷ് സ്ക്വിഡ് ഉണ്ടായിരുന്നു. സെക്ഷനെല്ലാം കണ്ട് ആകെപ്പാട് ജഗദീഷ് പറയുന്ന പോലെ വിജൃംഭിച്ച് നിൽക്കുകയായിരുന്നു. കണവ ഇരിക്കുന്നുണ്ട് മാവേ, നല്ല കണവ. ഇതുണ്ടോ ഷെല്ലിരിക്കുന്നുണ്ട്? അതാടെ മത്തി, സാലഡേ എന്ന് പറഞ്ഞ അതാ. ചിപ്പിയും ഇതൊക്കെ ഇരിക്കുന്നു. എടാ തങ്കൂസേ, തങ്കൂസേ ഇത് അനങ്ങുന്നാടോ തങ്കൂസേ? എടാ ക്രാബ് അനങ്ങുന്നാടോ? കടിക്ക് കേട്ടോ, ഇറുക്കും അത്. അനങ്ങുന്ന ഇതിന്റെ അകത്തൊക്കെ. ഇത് ഒക്ടോപ്പസ് ആണോ തങ്കൂസേ? ഒക്ടോപ്പസ് ഇരിക്കുന്നുണ്ടോ? തൊടല്ലേ തക്കു? ഒക്ടോപ്പസ് ഇത് ഒക്ടോപ്പസിന്റെ ലെഗ് കണ്ടോ? കയ്യും കാലും എവിടെ? അതിന്റെ കണ്ണ ഈ കാണുന്ന ഇവിടെ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നുണ്ട്. തിരിച്ചുവരുമ്പോ മീൻ വാങ്ങിക്കാം കേട്ടോ. പോകാൻ നേരം മീനൊക്കെ വാങ്ങിച്ചാൽ പോവാം. അപ്പോൾ ഇത് ഫ്രഷ് ബ്രെഡും പിന്നെ പേസ്ട്രീസിൻ്റെ ഒക്കെ ഷോപ്പായിരുന്നു. ഈ ഇൻഡോർ മാർക്കറ്റിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ലായിരുന്നു. കാരണം ഇവൻ ഗോൾഡ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഡ്രീം ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഞങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ 22 ക്യാരറ്റ് ഗോൾഡ് ആണോന്നൊന്നും അറിയില്ല. കുറേ ക്യൂട്ട് ചെയിൻസും പിന്നെന്താ പെൻഡൻസ്, റിങ്സ്, ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 349 ചെയിനൊക്കെ കിടപ്പുണ്ടല്ലോ. 279 ഞാനപ്പം കടയിൽ അത് പ്യുവർ ഗോൾഡ് ആണോ 22 ക്യാരറ്റ് 24 ക്യാരറ്റ് ആണോ എന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു 9 ക്യാരറ്റ് അഥവാ 14 ക്യാരറ്റ് ആണെന്ന്. അപ്പോൾ അത് നമ്മുടെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല റേറ്റാണ് 14 ക്യാരറ്റ് 9 ക്യാരറ്റിനൊക്കെ. ഈ ജ്വല്ലറി ഷോപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു, റോബോട്ടോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ചെറിയ ഫ്ലവർ ഷോപ്പ് ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി കളേഴ്സുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ആക്ച്വലി ഇവിടെ. പിന്നെ കുറേ ഷോപ്സ് അടച്ചിട്ടേക്കുമായിരുന്നു. അവിടുത്തെ ലീഡ്സിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിരുന്നു മറ്റേ ഹോളിഡേ ഇന്നിലൊക്കെ.
ആൾക്കാർ പുറത്തുനിന്ന് വരുന്നവർ വിസിറ്റേഴ്സൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അത്രയൊന്നും ഇഷ്യൂസൊന്നും ഇവിടെ ഇല്ല. സോഷ്യൽ മീഡിയ ആണ് ഇഷ്യൂസ് വഷളാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെയർ ആക്സസറീസ് കിട്ടുന്ന കട. ഇത് കണ്ടോ തങ്കൂസേ, വിഗ് ഇരിക്കുന്നുണ്ടോടാ? വിഗ് അങ്ങനെ മുടിയുണ്ടല്ലോ. പിന്നെ മുടി ഇല്ലാത്തവരാ വിഗ് ആക്കുന്നത്. എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമാണോ ആർക്കെങ്കിലും? ഡേറ്റ്സ് ഇരിക്കുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് വേണോ? ഡ്രൈ ഫ്രൂട്ട്സ് വേണ്ടേ? നല്ലൊന്നും വേണ്ട തങ്കൂന്. ആണ്ട്രാ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് വേണോ? മറ്റേ ഡേറ്റ്സ് 1.5 പൗണ്ട് 1/2 കിലോ ഇട്ടോ. കോസ്മെറ്റിക്സിന്റെ ഷോപ്പ്. ആര് അപ്പൊ പ്രോമിസ് ചെയ്തായിരുന്നു? അല്ല അത് വേറെ ഒന്നാണ്. ബീഡ്സ് ഇത് ബീഡ്സ് ചെയിൻ ഉണ്ടാക്കുന്നല്ലടാ, അത് ബീഡ്സ് ആടാ. അങ്ങേ സൈഡ് പോയില്ല കേട്ടോ. മൊറോക്കൻ ടീ, മൊറോക്കയിലുള്ള ടീ. കാണന്റെ മാർക്കറ്റാ കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞു. അല്ലല്ല ഇപ്പം നമ്മൾ കാണുന്ന മാരിനേറ്റഡ് ഒലീവ്സിൻ്റെ ഷോപ്പാണ്. പല ഫ്ലേവറിൽ അവർ ഒലീവ്സ് റെഡിയാക്കി കൊടുക്കുന്നു. അപ്പം ഓരോ ആൾക്കാർക്ക് അവരുടെ വേണ്ട ഫ്ലേവറിൽ അവർ റെഡിയാക്കി കൊടുക്കും. അപ്പം ഈ കാണുന്നത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ഷോപ്പാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ഒരു കടയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചീപ്പായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. പല കളറിലുള്ള വൂൾസും പിന്നെ നിറ്റ് ചെയ്യാനുള്ള പാക്സ്, അതേപോലെ പല കളറിലെ സാറ്റൻ റിബൺസ്. ഈ ചെറിയ സാറ്റൻ റിബൺ കൊണ്ട് നമ്മൾ പണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന ഈ ചെറിയ റോസാപ്പൂക്കിലെ പല കളറിലെ അതെല്ലാം റെഡിമെയ്ഡായിട്ട് നമുക്ക് ജസ്റ്റ് അതെടുത്ത് ഫിറ്റ് ചെയ്താൽ മതി. അതേപോലത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇന്തോനേഷ്യൻ മാഗി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തായ് ഫുഡായത്. ഓരോ ഫുഡ് നമ്മളാ കോർണർ പോയില്ല കേട്ടോ. അപ്പുറത്തെ കോർണർ ഫ്ലവേഴ്സ് ഉണ്ടോ? നമുക്ക് നോക്കി. സൂര്യകാന്തി, സൺഫ്ലവർ. ഇങ്ങനെ പോയിട്ട് ഒരു വേൾഡിലുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ അല്ലേ? 10 പൗണ്ട് പോവാതെ 3 പൗണ്ട് ആ മാറ്റി കൊള്ളാം. 3 പൗണ്ടിട്ട് 5 പൗണ്ടിന്റെ മാറ്റമുണ്ട്. നമുക്ക് 50 അയ്യോ അവിടെ നാട്ടുകാർക്ക് ബില്ലാന്ന് തോന്നുന്നത്. ആരാ? കൊറിയനാ? അവിടെ ഒരു ടോപ്സിൻ്റെയും പിന്നെ മിഡി ഡ്രസ്സസിൻ്റെയൊക്കെ ഷോപ്പായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ഫ്ലവറിൻ്റെ സൺഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു വലിയ പൂ ഇരിപ്പുണ്ടായിരുന്നു പിങ്ക് കളറിൽ. അപ്പോൾ അത് ഞങ്ങൾ ചോദിച്ചത് ഒറിജിനലാണോ? ടച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒറിജിനലല്ല, പേപ്പറോ അങ്ങനെ എന്തോ സംഭവമാണ്. പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് വൂളൊക്കെ കൊണ്ട് ക്രോഷറ്റ് അങ്ങനത്തെ കുറേ ടോയ്സ് ആയിരുന്നു. ഞാൻ തങ്കുന് പറ്റിയൊന്നുമില്ലടാ. ഇതൊക്കെ അവിടെ 15 പൗണ്ടൊക്കെ വാങ്ങിക്കുന്നത്. എവിടാ? മൂറിസണിലും ഒക്കെ ചെടി 15 ഒന്നുമില്ല. പിന്നെ
ഇതെന്തോടെ ഇത്? തായില്ലേ എന്താ ഇവർ ഉണ്ടാക്കുന്നത്? അല്ല അല്ല, ഹോങ്കോങ്, ചൈന. ഇവിടെ 20 പൗണ്ടൊക്കെ കേട്ടോ, 20 പൗണ്ടൊക്കെ. നമ്മൾ പുറത്താ നല്ലതായിരുന്നു, ആ കടയല്ല നല്ല. ഇത് ചൈനീസ് കടയാണെന്ന് തോന്നുന്നു കേട്ടോ. ഷോപ്പീസ്. പിള്ളേർക്ക് 10 പൗണ്ട്. അപ്പം ഞങ്ങളിതേ കറക്കമെല്ലാം കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് ഫുഡ് കോർട്ടിൻ്റെ സെക്ഷനിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ഓൾ ഓവർ ദ വേൾഡ് എല്ലായിടത്തു നിന്നുള്ള ഫുഡ്സ് അവൈലബിൾ ആണ്. ഫ്രഷ് ഇതാ. ഇത് നമ്മുടെ കട, ഇത് നമ്മുടെ കട. എന്താ കഴിയാണ്ട മലയാളികളൊക്കെ സമോസ, ഒരു പീസ് സമോസയ്ക്ക് 1.5. അതിച്ച് കൂടുതലാണ്. അവര് കേറിയ കടയാണെന്നറിയോ? അതാ മജിദ് കിച്ചൺ പറഞ്ഞു. അറിയില്ല. ചെനാപട്ടൂരി കഴിക്കുന്ന ആളുകൾ എവിടെ ആണോ? ചെനാപട്ടൂരി കഴിക്കും. ഈ ചൈനീസിന്റെ മണമേ പിടിക്കത്തില്ല കേട്ടോ. എല്ലാത്ത മണം ഇവിടെ. നമ്മുടെ ഇത് ഇവിടുന്നായിരിക്കും വാങ്ങിച്ചത്. ഇവിടുന്ന് വാങ്ങി. അപ്പോൾ ഇത് കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ചേർന്ന് നടത്തുന്ന ഷോപ്പാണിത്, മഞ്ജീത്സ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പം ഈ കിർഗേറ്റ് മാർക്കറ്റിൻ്റെ അകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞാൽ ചനാ ഭട്ടൂരയും പിന്നെ ഒരു വെജ് താലിയാണ്, ജീര റൈസും ദാൽ പിന്നെ ഗോപിയൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ 2 പ്ലേറ്റ് ചനാ ഭട്ടൂരയും പിന്നെ 2 ജിഞ്ചർ ടീ ആണ്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഓൾ ഓവർ വേൾഡിലെ ഫുഡ് നമുക്ക് കിട്ടും. ചൈനീസ് ഫുഡുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചനാ ഭട്ടൂര, ടേസ്റ്റി ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു നോർത്ത് ഇന്ത്യൻ പിക്കിളും കേർഡും ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി വീട്ടിലേക്ക് ലീഡ്സിൽ നിന്ന്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്, വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താലേ അറിയുള്ളൂ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം ഇനി മുന്നോട്ട് കാണാൻ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.